ഹലോ ഗായ്സ്, ഞാൻ റീസെൻ്റ്ലി എൻ്റെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു പ്രൊഡക്റ്റാണ്. ഒരു 4 to 5 months ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ സ്കിൻ ഇതായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം, കുറേ ആക്നിയും സ്പോട്ടും പിമ്പിൾസും ഒക്കെ ആയിട്ട് ആകെ കുളമായിരുന്നു. ഞാൻ എൻ്റെ വാർഡിൽ വെച്ചൊരു ഡോക്ടറെ പരിചയപ്പെട്ട് പുള്ളിക്കാരി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. വളരെ എഫക്റ്റീവാണ്. ജസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് യൂസ് ചെയ്യുന്നത്. നല്ല ചേഞ്ച് മുഖത്ത് ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. സംഭവം ഇതാണ്. ഒബേജിയുടെ ന്യൂഡേ ട്രയൽ കിറ്റാണ് ഞാൻ വാങ്ങിയത്. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ വർത്ത് ഫോർ മണിയാണ്. എവറി ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുന്ന ഡേയിലും നൈറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റുട്ടീനാണ്. ഞാൻ എൻ്റെ ജസ്റ്റ് ഡേയുടെ റുട്ടീനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് എല്ലാ സ്കിൻ കെയർ പോലെ തന്നെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തന്നെ ക്ലൻസറുണ്ട്. ക്ലൻസർ ഉപയോഗിച്ച് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. സംഭവം ഇതാണ്. ചെറിയൊരു ബോട്ടിലാണ്, പക്ഷേ ഇതൊരു 4 months വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലിയർ എന്ന് പറയുന്ന മെയിനായിട്ട് നമ്മുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനും സ്കിന്നിനെ കുറച്ചുകൂടെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സഹായിക്കുന്നതാണ് ക്ലിയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ഡെയിലും നൈറ്റ് റുട്ടീനിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിയർ യൂസ് ചെയ്യുക എന്ന് തന്നെയാണ്. നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക ക്ലിയർ. എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു എൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് ആക്നി വരുന്നതും കുറവാണ്. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് എക്സ്ഫോഡേം. എക്സ്ഫോഡേം എന്ന് പറയുന്ന ഒരു എക്സ്ഫോളിയേറ്ററാണ്. നമ്മുടെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ് എക്സ്ഫോളിയേറ്റർ. ഇപ്പോൾ എൻ്റെ നെക്കാണെങ്കിൽ എനിക്ക് ഈ ഡാർക്ക് നെക്കാണ്, നല്ല ഡാർക്കായിരുന്നു നെക്ക്. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് നെക്കിലും യൂസ് ചെയ്യാറുണ്ട്. എക്സ്ഫോർഡിയം ജസ്റ്റ് ചെറിയൊരു ഡ്രോപ്പ് എടുത്ത് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മൾ എക്സ്ഫോർഡിയം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. നമുക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒബേജിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ എൻ്റെ സ്കിന്ന് ഭയങ്കര സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും ഇത് ഉപയോഗിച്ചതിന് ശേഷം. ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഈ ഒബേജിൻ്റെ മോയ്സ്ചറൈസർ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് ഏത് സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാൻ. ഇതിൻ്റെ കിറ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സൺസ്ക്രീൻ കിട്ടും. അപ്പോൾ ആ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. SPF 50+ ആണ്. നല്ല സൺസ്ക്രീനാണ്. സ്കിൻ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ഈ വൈറ്റ് കാസ്റ്റ് പോലെയൊന്നും സ്കിന്നിനെ ലീവ് ചെയ്യാത്ത ഒരു അടിപൊളി സൺസ്ക്രീനാണ്. അപ്പോൾ ഇത്രയാണ് ഡേ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നു, ക്ലിയർ അപ്പ് ചെയ്യുന്നു, എക്സ്ഫോർഡേബിൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.